ശരിയായ ഈമാനില്ലാതെ ഇബാദത്ത് എത്ര എടുത്താലും എവിടെയും എത്തൂല, അവന് ഒരു സ്ഥാനവുമില്ല. ലാ യഖ്ബലുല്ലാഹു അമലൽ മുബ്തദിഇ ഹത്താ യർതദിഅ. ബിദ്അത്തുകാരന്റെ അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹത്താ യർതദിഅ, അവൻ മടങ്ങുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ബിദ്അത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പുറത്തുപോയവൻ അതാണ് ബിദ്അത്തുകാരൻ. ആ ബിദ്അത്തുകാരൻ എത്ര നിസ്കരിച്ചിട്ടും ഫലമില്ല, 1000 റക്അത്ത് നിസ്കരിച്ചിട്ടും ഫലമില്ല. അത് അല്ലാഹു തആല സ്വീകരിക്കൂല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ശരിയായ വിശ്വാസമുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയായ വിശ്വാസമില്ലാത്തവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ഇത് ബിദ്അത്തുൻ ഹസനത്തുൻ, നല്ല ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായതൊക്കെ മോശമാണെന്നാണോ? അല്ലല്ലോ. ബിദ്അത്തുൻ ഹസനത്തുണ്ട്, ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്. മോശപ്പെട്ട ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തില്ലേ? എന്താണ് ഇനി നിങ്ങൾക്ക് സംശയം? ഞാൻ അതുകൊണ്ട് പറഞ്ഞുതരാണ്. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെ ഇല്ല. ഇനി നിങ്ങൾക്ക് സംശയം? ഞാൻ അതുകൊണ്ട് പറഞ്ഞുതരാണ്. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെ ഇല്ല. പക്ഷേ നബി തങ്ങൾ ചെയ്യാത്തതൊക്കെ ശിർക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും.